എം എ ഇംഗ്ലീഷ് എടുക്കുക. ഒരു ഉദാഹരണമായിട്ട് എം എ ഇംഗ്ലീഷ്. എം എ ഇംഗ്ലീഷിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് CG1 പെർസെൻറ്റേജ് ഓഫ് ഓവറാൾ മാർക്സ് ഓർ CGPA എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഓവറാൾ മാർക്സ് എത്ര? 68.17 പ്ലസ് CG2 എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് കോർ മാർക്സ്. കോർ മാർക്സിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ നമുക്ക് കാണാം. കോർ ഇംഗ്ലീഷ് എത്ര? 64.60. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 68.17 പ്ലസ് 64.60. അപ്പോൾ നമുക്ക് 132.77 എന്ന് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 5. അപ്പോൾ നമുക്ക് 663.85 എന്ന് കിട്ടി. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? 10% വെയിറ്റേജ് ആണ് BA ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ. കാരണം ഓരോ കോഴ്സിനും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് 663.85. ഇതിൻ്റെ 10% എന്ന് പറയുന്നത് എത്ര? ഇതിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 663.85 ഇൻറ്റു 10 66.385 ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 663.85 പ്ലസ് 66.385. അപ്പോൾ 730 ഈ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ്. ഇനി ഈ 663.85 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ അതിന് 5% കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ 5% എന്ന് പറയുന്നത് 66.38 ആണെന്ത്? ഇതിൻ്റെ 10%. അതിൻ്റെ പകുതി എത്ര ആയിരിക്കും? 33.18. ഇതിലേക്ക് എന്ത് ചെയ്യുക? 730.235 എന്ത് ചെയ്യുക? 33.19 ആഡ് ചെയ്യുമ്പോൾ 763.425. ഇനി മറ്റ് വെയിറ്റേജ് NSS NCC ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് വരിക. ഈ കുട്ടിക്ക് 763.425. ഓക്കെ, താങ്ക് യു.